എഫ് എസ് ടി എമ്മിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡ് വെച്ച് അക്കൗണ്ട് എഫ് എസ് ടി എം ലോഗിനിൽ പോയിട്ട് സൈറ്റ് എടുത്തിട്ട് നമ്മൾ അതിൽ പാസ്വേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് കടന്നു വരിക. അവിടുത്തെ പസിൽസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടെ ഞാൻ ഡെസ്ക് ടോപ്പ് സൈറ്റാണ് ഇട്ടിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ മുകളിൽ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് ഇട്ടിട്ട് എല്ലാം ചെയ്യുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ. കാരണം നമുക്ക് ആ ഒരു ഫുൾ വ്യൂ കിട്ടും, എല്ലാ ഓപ്ഷനും ഒറ്റ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിൽ 3 ലൈൻ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ 3 ലൈനിൽ മൈ മണിയിൽ ഡെപ്പോസിറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ മൈ മണി ഡെപ്പോസിറ്റ് ഫണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അക്കൗണ്ട് ഓർ വാലറ്റ്, ഇവിടെ നമ്മൾ ഏത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണോ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിലേക്കാണോ ഫണ്ട് ഇടുന്നത് അതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ അഡ്വാൻറ്റേജ് പ്ലസിൽ MT4 റെഡി ആക്കിയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട് ആണുള്ളത്. ആ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ ക്രിപ്റ്റോ കറൻസി വേണോ INR വേണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ അങ്ങനെ USDT ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. INR ആണെങ്കിൽ വേറെ രീതിയിൽ ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിപ്റ്റോ കറൻസിയിലാണെങ്കിൽ നമ്മളിവിടെ എത്ര USDT ആണോ വേണ്ടത്, എത്ര USD ആണോ നമുക്ക് നമ്മുടെ വാലറ്റിൽ വേണ്ടത് അതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ 1000 USD എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇനി ഓപ്ഷൻ താഴെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടെതർ കാണിക്കുന്നുണ്ട്, BTC കാണിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ടെതറിൽ പോയിട്ട് ഡെപ്പോസിറ്റ്, ടെതറിന്റെ റൈറ്റ് സൈഡിൽ ഡെപ്പോസിറ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻഫർമേഷൻസ് ചോദിക്കും, കണ്ടിന്യൂ കൊടുക്കുക, കൺഫർമേഷൻ കൊടുക്കുക. അതിനുശേഷം പുതിയൊരു ടാബ് മേക്ക് എ ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് തുറന്നു തരുന്നതാണ്. ഇതിൽ നമ്മുടെ MT4 അക്കൗണ്ട് കാര്യങ്ങൾ എല്ലാം ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് നെറ്റ്വർക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അധികം ERC20 എന്നുള്ള ഒരു അഡ്രസ്സാണ് ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് വരിക, അല്ലെങ്കിൽ BP20, TRC20 ട്രോൺ വാലറ്റ് വഴി, അങ്ങനെ പല ഓപ്ഷൻസുകളിലൂടെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പേജാണ് വരിക. അവിടെ നമുക്ക് ഇതിന്റെ വാലറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ ഒന്നും കൂടെ സബ്മിറ്റ് ചോദിക്കുന്നുണ്ട്, ഒന്നും കൂടെ ക്ലാരിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ പിന്നീട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഇതിന്റെ ഒരു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ, നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും, സെൻഡ് ചെയ്യേണ്ട അഡ്രസ്സ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യുക. നമ്മൾ നേരെ നമ്മുടെ ഏതാണോ വാലറ്റിലേക്ക് പോകേണ്ടത് ആ വാലറ്റ് ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം, ഇപ്പോൾ നമ്മളുടെ ബിനാൻസിലാണെങ്കിൽ ബിനാൻസിലേക്ക് പോയതിന് ശേഷം അവിടെ ഈ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്തിട്ട് വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ, സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കുവാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇതേ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ മണിയിൽ ഡെപ്പോസിറ്റ് കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്. INR നമ്മൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ INR ആണ് ചൂസ് ചെയ്യേണ്ടത്. നേരത്തെ ക്രിപ്റ്റോ കറൻസി ചൂസ് ചെയ്തു, USDT ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആളുകൾക്ക് നേരെ നമ്മളിവിടെ INRൽ ട്രാൻസ്ഫർ എമൗണ്ട് കാണാൻ വേണ്ടി പറ്റും. ട്രാൻസ്ഫർ എമൗണ്ട് INR, നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന INR ഫണ്ട്, അതിപ്പോൾ ഒരു 1 lakh ആണെന്ന് വിചാരിക്കുക. 1 lakh ആണെങ്കിൽ നമ്മളിവിടെ 1 lakh ടൈപ്പ് ചെയ്തു. അപ്പോൾ ടു ബി ഡെപ്പോസിറ്റഡ് $1189 ആണ് INR പ്രൈസിൽ 1 lakhന്റെ USD റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. UPI വഴി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ബട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മേ ബി നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം സജസ്റ്റ് ചെയ്യാറില്ല. നമുക്കിവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷനിൽ ലോക്കൽ പേയ്മെന്റ് മെത്തേഡ്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ 2 മെത്തേഡ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ലോക്കൽ ബാങ്കിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ലോക്കൽ ബാങ്കിങ് സൊല്യൂഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഏത് വേണം ചെയ്യാം. നമുക്കിപ്പോൾ ലോക്കൽ ബാങ്കിങ് ഇന്ത്യയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ലോക്കൽ ബാങ്കിങ് ഇന്ത്യ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാറുള്ളത്. ലോക്കൽ ബാങ്കിങ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും കൂടി ഇൻഫർമേഷൻ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ കൊടുക്കുക. അതായത് ഞാനിത് റഫ്ലി ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വേണം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒന്നും കൂടെ എല്ലാം വെരിഫിക്കേഷൻ ചോദിക്കും, INR കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. ഈ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം പിന്നീട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനി FSTM. ഇവിടെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് അറൗണ്ട് ഒരു മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾക്ക് ഈ ഒരു ബാങ്കിലേക്ക് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഈ ഒരു അക്കൗണ്ടിലേക്ക്. ഇത് FSTMന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിന്റെ
ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാങ്കിലേക്ക് ഇപ്പം ദി ക്ലോത്തിങ് കോ എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് അക്കൗണ്ട് നമ്പറിലുള്ള ആക്സിസ് ബാങ്കിന്റെ ഈ ഒരു IFSC കോഡ് ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്കാണ് നമ്മൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഗൂഗിൾ പേയിൽ ബാങ്ക് ട്രാൻസ്ഫറിൽ പോകാൻ വേണ്ടി പറ്റും. അതിപ്പോൾ 1 lakh പോയില്ല എന്നുണ്ടെങ്കിൽ 50,000 ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ 50,000 2 തവണയായിട്ട് ചെയ്യാം. മേ ബി 2 ദിവസമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50,000 അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് നമ്മുടെ ഫെഡ് മൊബൈല് യോനോ ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് ബെനിഫിഷ്യറി കാര്യങ്ങളൊന്നും തന്നെ ആഡ് ചെയ്യാതെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത ഓപ്ഷൻസ് ഉണ്ട്. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇനിയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ട്രാൻസാക്ഷൻ ID നമ്പർ ടൈപ്പ് ചെയ്യണം. ട്രാൻസാക്ഷൻ ID നമ്പർ അല്ലെങ്കിൽ റഫറൻസ് നമ്പർ UTR നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യാം. എങ്കിലും ട്രാൻസാക്ഷൻ ID നമ്പർ ആണ് നമ്മൾ ഒന്നും കൂടെ സജസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ അല്ല, ഇത് ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ID നമ്പർ ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് നമ്മൾ കൊടുക്കുക. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്.